ഹായ് ഡിയേഴ്സ്, ട്രിപ്പിൾ ത്രീ ഡിവൈൻ മെറാക്കിൾ മലയാളം ടാരോ കാർഡ് റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത്, അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് എന്നുള്ളതൊക്കെയാണ് നോക്കുന്നത്. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി. ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല. ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ്. നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആയിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക. ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻറ്റ്സ്, കാര്യങ്ങൾ ഒക്കെ ഓർത്തെടുക്കുക. ആ വ്യക്തിയുടെ പേര് നിങ്ങൾ 3 പ്രാവശ്യം മനസ്സിൽ പറയുക. അവരുടെ മുഖം നിങ്ങൾ വ്യക്തമായിട്ട് ഓർക്കുക. അതിനുശേഷം ഈ ഒരു റീഡിംഗ് വാച്ച് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. അപ്പോൾ നമ്മൾ റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഡിയർ ആർക്കേഞ്ചൽസ്, മൈ സ്പിരിറ്റ് ഗൈഡ്, പ്ലീസ് ഗിവ് മീ ദ അക്യുറേറ്റ് റീഡിംഗ് ഫോർ യു. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളിത് കാണുന്ന സമയത്ത് പോലും അവരുടെ മനസ്സിലുള്ള ചിന്തകൾ എന്താണ്? യെസ്, വാട്ട് ഈസ് ദെയർ കറൻറ്റ് ഫീലിങ്സ്? അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചിന്തകൾ എന്താണ്? യെസ്, ഇവിടെ എക്സ്കോഷൻ എന്ന് പറയുന്ന ഒരു കാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് സങ്കടത്തിലാണ്. ഇവിടെ ഒരുപാട് സങ്കടത്തിലാണെന്ന് പറയുമ്പോൾ വളരെ അധികം സങ്കടത്തിലാണെന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ അവർ വേറെ ആരുടെയൊക്കെ കൺട്രോളിലാണ്. ഒരുപക്ഷെ ലോക്കഡായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കാം. ചിലപ്പോൾ വേറെ ആരോ ഈ ഒരു വ്യക്തിയെ കൺട്രോൾ ചെയ്തിട്ട് അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യുക, അല്ലെങ്കിൽ ഇവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ഭീഷണിപ്പെടുത്തുക. ഇതുപോലത്തെ സിറ്റുവേഷൻസിലൂടെ ആയിരിക്കാം അവർ കടന്നു പോകുന്നത്. ഒരുപക്ഷെ അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. പക്ഷേ അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു ലൈഫ് അത്രമാത്രം സന്തോഷമുള്ളതല്ല എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അവർ ആ ഒരു ലൈഫ് ഒരു ഫ്ലോ എന്ന പോലെ അങ്ങ് ജീവിച്ചു പോകുന്നു. അങ്ങനെയാണ് അവരുടെ ആ ഒരു എനർജി പോകുന്നത്. അപ്പോൾ ഈ നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അവരൊരുപാട് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ അവരുടെ ലൈഫ് ഒട്ടും സന്തോഷമുള്ളതല്ല എന്നുള്ളത്. ഒരുപക്ഷെ അവർക്ക് സന്തോഷമുള്ള ഫോട്ടോസ് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസ് ഒക്കെ അവർ ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ അയക്കുന്നുണ്ടായിരിക്കാം, സ്റ്റാറ്റസ് ആയിട്ട് ഇടുന്നുണ്ടായിരിക്കാം. പക്ഷെ അവരുടെ ഉള്ളിൽ അവരൊട്ടും ഹാപ്പിയല്ല. അവരുടെ ലൈഫ് അങ്ങനെ അങ്ങ് പോകുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ നിങ്ങളെക്കാളും മുമ്പ് അവരുടെ ലൈഫിൽ വേറെ ആരെങ്കിലും ഉണ്ടായിരിക്കാം, ഫാമിലി ഓർ പാരൻസ്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ ആരെങ്കിലും, ഫ്രണ്ട്സ്. അതെല്ലാം അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം. ചിലപ്പോൾ അവരെല്ലാവരും നിങ്ങളെക്കാളും മുമ്പ് അവരുടെ ലൈഫിൽ ഉള്ള ആൾക്കാർ തന്നെയായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ ഷെയറിംഗ് എന്ന് പറയുന്ന ഒരു കാർഡ്, ഒരുപക്ഷെ നിങ്ങളോട് അവരുടെ ദുഃഖങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ടായിരിക്കാം. നിങ്ങൾ അവർക്കൊരു ആശ്വാസമായിട്ടുണ്ടായിരുന്നിരിക്കണം. അതുപോലെ തന്നെ ചിലപ്പോൾ ഫിനാൻഷ്യലി ഇവരെ നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇവർ വളരെ റിബലാണ്. അവരുടെ യഥാർത്ഥ എനർജി എന്ന് പറയുന്നവർ വളരെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന, അതായത് വളരെ തൻ്റെയിടമുള്ള ധൈര്യമുള്ള ഒരാൾക്കാർ തന്നെയാണ്. പക്ഷേ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെ വളരെ സ്ട്രോങ് ആയിട്ട് ഇവിടെ നിൽക്കുകയാണ്. ആ തേർഡ് പാർട്ടി സിറ്റുവേഷനുമായിട്ട് ഇവർക്ക് ഇമോഷണലി വളരെ ബന്ധമുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ഇവരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. അവരുടെ വാക്ക് ഇവർ കേൾക്കുന്നുണ്ട്, അവർക്ക് കേൾക്കാതിരിക്കാൻ പറ്റില്ല. ചിലപ്പോൾ കുട്ടികൾ ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് സ്നേഹം ഇവർക്ക് കൊടുക്കുന്നുണ്ടായിരിക്കാം. അവർ ഇമോഷണലി വളരെയധികം കണക്ഷൻ ഉണ്ട് ഇവിടെ. യെസ്, പക്ഷേ അവർ നിങ്ങളെ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഇവർ നിങ്ങളിൽ നിന്ന് വിട്ടു പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന വിഷമത്തെക്കുറിച്ചൊക്കെ ഇവർ ഒരുപാട് ഓർക്കുന്നുണ്ട്. അവർക്ക് നിങ്ങളെ ശരിക്കും മനസ്സിലാകുന്നുണ്ട്. അല്ലെങ്കിൽ ഇവർ ചിന്തിക്കുന്നത് അവരെ നിങ്ങൾ മനസ്സിലാക്കുന്നുള്ളതായിരിക്കും. ഇവിടെയും അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നൊരു കാർഡിലും അവർ ഒരു കൂട്ടിലകപ്പെട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ആണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. യെസ്, ഇവരുടെ ഫീലിങ്സിൽ പക്ഷേ ഇവർക്ക് ഒരുപാട് സ്നേഹമുണ്ട് നിങ്ങളെടുത്ത്. പക്ഷെ അവർക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവരുടെ ആ ഒരു സ്നേഹത്തെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് അവർക്ക് യാതൊരു വഴിയില്ല. അങ്ങനെ എക്സ്പ്രസ് ചെയ്യാതിരിക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് അവർ കുറച്ച് സെൽഫിഷാണ്. കാരണം അവർക്ക് വേറെ ആൾക്കാർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട്.
അതുകൊണ്ടാണ് അവരുടെ ആ ഒരു സ്നേഹത്തെ അവർ ഹൈഡ് ചെയ്ത് വെക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്റ്റെബിലിറ്റി ഇല്ലായ്മ ആദ്യം മുതൽ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നിരിക്കണം. ചിലപ്പോൾ ഓൺ ആൻഡ് സിറ്റുവേഷനിലേക്ക് പോയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ആയിരിക്കണം. അതുപോലെ തന്നെ ഈ ഒരു ഓൺ ആൻഡ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ അവരുടെ അവസ്ഥ ഇതൊന്നും അവർക്ക് ഒരിക്കലും സന്തോഷം കൊടുക്കുന്നില്ല. പക്ഷേ ഒരു കമ്മിറ്റ്മെൻറ്റിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്റ്റെബിലിറ്റി ആയിട്ടുള്ള സ്റ്റേബിളായിട്ടുള്ളൊരു വാക്കോ തരാൻ ഇവർക്ക് സാധിക്കുന്നില്ല. കാരണം ഇവർക്ക് തന്നെ ഒരു സ്ഥിരതയില്ല. അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് യാതൊരു ധാരണയും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ അതിൻ്റെ കൂടോട്ട് നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു വ്യക്തിയെ കൺട്രോൾ ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്തിട്ടുണ്ടാവാം. വളരെയധികം ഓവർ പോസസീവ്നെസ് കൊണ്ട് അവരെ വീർപ്പ് മുട്ടിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അതെല്ലാം ഇവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് പെട്ടെന്ന് ബ്രേക്കപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ടെംപ്റ്റേഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കാം. ഇങ്ങനത്തെ സാഹചര്യമാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും എനിക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളത് അവരോട് തന്നെ പറയുന്നുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇവിടെ ഡബിൾ എന്ന് പറയുന്നൊരു കാർഡ് തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് ഒന്ന് ടോക്സിക് ആയിട്ടുണ്ട് എന്നൊരു സൂചനയാണ് കിട്ടുന്നത്. പക്ഷേ നിങ്ങൾ തമ്മിൽ നല്ലൊരു ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് അടുത്തിട്ടുള്ള ആൾക്കാരായിരിക്കാം. അവിടെ ഒരുപാട് ഇഷ്ടം കാണുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഈ ഒരു റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇവർക്ക് സാധ്യമല്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. ഇൻ ഷോർട്ട്, അത്ര സുഖകരമായിട്ടുള്ള രീതിയിലല്ല ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ കടന്നു പോകുന്നത് എന്നർത്ഥം. അതുപോലെ തന്നെ ഇവിടെ ദ വേൾഡ് കാർഡ് എന്ന് പറയുന്നത് ഒരു പക്ഷേ രണ്ടുപേരും ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. അതുപോലെ തന്നെ രണ്ടുപേരും ഈ ഒരു റിലേഷൻഷിപ്പിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ യാതൊരു വഴിയും ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവർ ഇനിയും കണ്ടെത്തിയിട്ടില്ല. ഇവിടെ പറയാനുള്ളത് അത്രമാത്രം തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ അത്ര സ്ട്രോങ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ അവരുടെ ആഗ്രഹം പൂർത്തീകരിക്കപ്പെടും എന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് ഇപ്പോൾ ഒട്ടും ചിന്തിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവിടെ ഒരു പ്രതീക്ഷ ഉണ്ടാവുന്നില്ല. അതുപോലെ തന്നെ ഇവിടെ 7 ഓഫ് സ്പേഡ് എന്ന് പറയുന്ന എനർജി ഒരുപക്ഷെ ഈ ഒരു റിലേഷൻഷിപ്പിൽ തുടക്കത്തിൽ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയാൽ അവർക്കത് തടസ്സം വരും എന്നൊക്കെ ഇവർക്ക് അറിയാമായിരുന്നിരിക്കും. അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനെ ഭയപ്പെട്ടിട്ട് അവർ ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ടിട്ട് പോയതായിരിക്കാം. തുടക്കത്തിൽ ഒരുപാട് സ്നേഹം ഉണ്ടായിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം. ചിലപ്പോൾ പകുതി വഴിക്ക് വെച്ച് നിങ്ങളെ വേണ്ടാന്ന് വെച്ച് അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തിയിട്ട് അവരങ്ങ് പോയിട്ടുണ്ടായിരിക്കാം. സത്യത്തിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്താണ് പ്രോബ്ലം എന്നുള്ളത് നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയുന്നുണ്ടാവില്ല. ഇതെല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഒരുപക്ഷെ അവരെ തന്നെ ആയിരിക്കാം. പക്ഷേ ഇപ്പോൾ അവർക്ക് ഒരുപാട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ച് റിലേഷൻഷിപ്പ് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം എന്നൊന്നും അവർ ചിന്തിക്കുന്നില്ല. പക്ഷെ നിങ്ങളെ ധാരാളമായിട്ട് അവർ മിസ് ചെയ്യുകയാണ്. അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ഫീലിങ്സ് ഉണ്ട്, അതുപോലെ തന്നെ സങ്കടമുണ്ട്. പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിൽ യാതൊരു ആക്ഷനും അവർക്ക് എടുക്കാൻ പറ്റുന്നില്ല. താങ്ക് യു ഏഞ്ചൽ ഫോർ എ ഗുഡ് റീഡിങ്. താങ്ക് യു. ആ ഒരു പേഴ്സൺ കൂടുതലായിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങളുമായിട്ട് അവർക്ക് സംസാരിക്കണമെന്നുണ്ട്. 7 എന്ന് പറയുന്ന ഡേറ്റ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം. ചിലപ്പോൾ ബർത്ത് ഡേറ്റ് ആയിരിക്കാം. ഇവിടെ എന്തായാലും മറ്റൊരാൾ വഴിയെങ്കിലും നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ മറ്റൊരാൾ വഴിയായിട്ട് നിങ്ങളെക്കുറിച്ച് അറിയണമെന്നവർ ആഴത്തിൽ ചിന്തിക്കുകയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് തമ്മിൽ കോമൺ ഫ്രണ്ട്സ് ഉണ്ടായിരിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ കൂടി ഇവിടെയുണ്ട്. അവർ നിങ്ങളെക്കുറിച്ച് സദാസമയം ചിന്തിക്കുകയും നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യണമെന്ന് അവർ ഒരുപാട് ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കുകയാണ്. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വഴിയായിട്ടെങ്കിലും നിങ്ങളുടെ കാര്യങ്ങളൊന്നും അറിയാനായിട്ട് അവർക്ക് ആഗ്രഹമുണ്ട്. ചിലപ്പോൾ അവർക്ക് സംസാരിക്കാനായിട്ട് പറ്റാത്ത സിറ്റുവേഷൻ ആയിരിക്കാം. ചിലപ്പോൾ അവർ വളരെയധികം ലോക്കലായിട്ടുള്ള സിറ്റുവേഷനിലായിരിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് എല്ലാം ഇവിടെ ഉണ്ട്. ഇവിടെ ആർക്കേഞ്ചൽ ഗബ്രിയേൽ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. അല്ലെങ്കിൽ അവർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത്, നിങ്ങളുമായിട്ട് സംസാരിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ ശബ്ദം കേൾക്കണം എന്നവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ ഈ ഒരു വ്യക്തി നന്നായിട്ട് പാട്ട് പാടുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പാട്ടിനെ ഇഷ്ടപ്പെടുന്ന പാട്ട് പാടുന്ന ഒരാളായിരിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ശബ്ദം കൊണ്ട് ജോബ് ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഡബിങ് ആർട്ടിസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ പാട്ടുകാരനോ പാട്ടുകാരിയോ അങ്ങനെയൊക്കെ ആയിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു വോയിസ് ഉണ്ടായിരിക്കാം. നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് പരിശോധിക്കുക. അതുമാതിരി തന്നെ ഇവിടെ ആ ഒരു വ്യക്തി നേരത്തെ നിങ്ങളെ ഒരു ഫാമിലി ആയിട്ടായിരുന്നു കണ്ടിരുന്നത്. ഒരുപക്ഷെ അതിന് ശേഷമായിരിക്കാം തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ വന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇവിടെ സ്ട്രോങ് ആയിട്ട് അവർ ഫാമിലി ആകണം, കുട്ടിയൊക്കെ കമ്മിറ്റ്മെൻറ്റിലേക്ക് വരണം,
വിവാഹം ചെയ്യണം, വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഫാമിലി, ഇങ്ങനെയൊക്കെയാണ് ചിന്തിച്ചിട്ടുള്ളത്. സൺ എന്ന് പറയുമ്പോൾ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് സക്സസ് ആവണം എന്നവർ ആഗ്രഹിച്ചിരുന്നു. ഒരുപക്ഷെ ഫാമിലി ഓർ കമ്മിറ്റ്മെൻറ്റ് എന്നുള്ളതല്ലാതെ സന്തോഷമുള്ളൊരു ലൈഫ് നിങ്ങൾക്ക് തമ്മിൽ ഉണ്ടാകണം. അത് എങ്ങനെയായിക്കോട്ടെ, നല്ല രീതിയിൽ മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ എന്നും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും, അങ്ങനെ ഉറപ്പ് വന്നിട്ടുള്ള ഒരു ബന്ധമായിരിക്കാം ഇത്. പക്ഷേ ഇവർ യഥാർത്ഥത്തിൽ മറ്റുള്ളവരെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് തകർന്നു പോയത് മറ്റുള്ളവർ കാരണമാണ് എന്നൊക്കെ അവർ സ്വയം ബ്ലെയിം ചെയ്യുകയാണ്. അല്ലെങ്കിൽ മറ്റൊരാളുടെ ബ്ലാക്ക് മെയിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ബ്ലാക്ക് ഐ, ഈവിൽ ഐ, ഇതൊക്കെ കൊണ്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ് എന്തായിപ്പോയതെന്ന് അവർ സ്വയം മറ്റുള്ളവരൊക്കെ കുറ്റപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഇവർ ഒന്ന് യഥാർത്ഥത്തിൽ വിചാരിച്ചാൽ ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർക്ക് സാധിക്കുമായിരുന്നു. പക്ഷേ ഇവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പിലെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവർക്ക് വളരെയധികം ഭയമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ അവർ ചിന്തിക്കുകയാണ്, നിങ്ങൾക്ക് നല്ലൊരു സപ്പോർട്ട് തന്നിരുന്നെങ്കിൽ നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടാകുമായിരുന്നു എന്ന് ചിന്തിക്കുകയാണ്. കാരണം അവർക്ക് നിങ്ങളോട് സംസാരിക്കണമെന്നുണ്ട്, നിങ്ങളെ ഡേറ്റ് ചെയ്യണമെന്നുണ്ട്, ട്രാവൽ ചെയ്ത് നിങ്ങളെ മീറ്റ് ചെയ്യണമെന്നുണ്ട്, അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ എല്ലാം വളരെ മണ്ടത്തരമായിപ്പോയി എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത്. അതിൻ്റെ കാരണം അട്രാക്ഷൻ. ഒരുപക്ഷെ അവർ നിങ്ങളുടെ ഫോട്ടോ കാണുന്നുണ്ടാവും, സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ചിരിച്ചുകൊണ്ടൊക്കെ പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോ കാണുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരുപാട് അട്രാക്ഷൻ ഇവർക്ക് തോന്നുന്നുണ്ട്. നേരത്തെയും ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ടായിരുന്നു. അഡിക്ഷനാണ് ഉണ്ടാകുന്നത്. കാരണം ചിലപ്പോൾ നിങ്ങൾ അവരെ മൈൻഡ് ചെയ്യുന്നുണ്ടാവില്ല, നിങ്ങൾ സ്വയം ഡിറ്റാച്ച്ഡ് ആയിട്ട് സെൽഫ് ലവ് കൊടുത്ത് ചിലപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ നോക്കി നിൽക്കുമായിരിക്കും. അപ്പോഴാണ് കൂടുതൽ അട്രാക്ഷൻ ഉണ്ടാവുക. ഇവിടെ അഡിക്ഷൻ ഉണ്ടാവുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് റൊമാൻറ്റിക് ഫീലിങ്സാണ് നിങ്ങളുടെ ഉള്ളത്. ഇപ്പോൾ പറയുകയാണ് എന്നെ വിശ്വസിക്കൂ എന്നുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഒരു സോൾ കോൺട്രാക്റ്റ് എന്ന് പറയുന്ന ഒരു കാർഡാണ് ബോട്ടം തടക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് ഒരു സോൾ കോൺട്രാക്റ്റ് തന്നെയാണ്. ഒരു പക്ഷേ ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് ആദ്യ കാലഘട്ടങ്ങളിൽ ഒരുപാട് എന്താണ് പറയുക, ഒരു ആശ്വാസം തന്നിട്ടുണ്ടാവും. നിങ്ങൾക്കും അവർക്കും നിങ്ങൾ ആശ്വാസം കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ഒരു മോശം സമയത്തായിരിക്കും ചിലപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ളത്. ചിലപ്പോൾ തുടക്കത്തിൽ ഒരുപാട് സ്നേഹം നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കാം ഒരു വ്യക്തി. നിങ്ങൾ ആ ഒരു ഇഷ്ടത്തിൽ നിങ്ങളങ്ങ് വീണ് പോയിട്ടുണ്ടായിരിക്കാം. ഇപ്പോഴും അവർക്കും ഈ ഒരു ഇഷ്ടം അവരുടെ ഉള്ളിൽ എവിടെയോ അവർ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് ഒട്ടും സാധ്യമില്ല. കാരണം അവർ ഭയങ്കരമായിട്ടുള്ളൊരു കൺട്രോളിലാണ്. പക്ഷേ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് സദാസമയം അവർ ഓർക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അവർക്ക് നിങ്ങളുടെ അടുത്ത് ഒരുപാട് അഡിക്ഷൻ ഉണ്ട്, അട്രാക്ഷൻ ഉണ്ട്. ഒരു ആക്ഷൻ ഇവിടെ ഉള്ളതായിട്ട് പറഞ്ഞിട്ടില്ല. ഇവിടെ പേഴ്സണൽ നെയിം എന്ന് പറയുന്നത് FJYAKBDNL എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ എറണാകുളം എന്ന് കിട്ടിയിട്ടുണ്ട്. ഔട്ട് ഓഫ് സ്റ്റേറ്റ്, ഔട്ട് ഓഫ് കൺട്രി, ചെന്നൈ, കാസർഗോഡ്, ആലപ്പുഴ. അപ്പം ഇതൊക്കെയാണ് പ്ലേസായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഇനി നമുക്ക് മോർ ക്ലൂ കൂടി എടുക്കാം. ഇവിടെ നമുക്ക് 50 എന്നാണ് കിട്ടിയിരിക്കുന്നത്. 35, 32, 38, 30, 41, 25, 22, 13, 15, 19, 21, short, Scorpio, red butterfly, age differences, very tall, wearing no spin, gift, beautiful smile, religion, 111, 888, 42, 27, 16, 44. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ക്ലൂ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. ഇനി നമുക്ക് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏഞ്ചൽ മെസ്സേജസ് ആണ് നോക്കാനുള്ളത്. നിങ്ങളോട് ഏഞ്ചൽ എന്താണ് പറയാമെന്ന് നോക്കാം. യെസ്, ഇംപ്രൂവിങ് ഹെൽത്ത്. നിങ്ങളുടെ ഹെൽത്ത് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. എന്തെങ്കിലും രോഗലക്ഷണങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം ചികിത്സിച്ചിരിക്കാതെ ഹോസ്പിറ്റലിൽ പോവുക. അതുപോലെ തന്നെ ധാരാളമായിട്ട് വെള്ളം കുടിക്കുക. ചില പേരുടെ കാര്യത്തിൽ അവരുടെ ആ ഒരു ഹെൽത്ത് വളരെ ഇമ്പ്രൂവ് ആയിട്ട് വരുന്നുണ്ടെന്നുള്ള സൂചനയുണ്ട്. ഇവിടെ വെയിറ്റ് എന്നുള്ളതാണ് കിട്ടുന്നത്. ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ. നിങ്ങളുടെ ഹൃദയം എന്താണ് പറയുന്നത് എന്നുള്ളത് നിങ്ങൾ കേൾക്കുക.
നിങ്ങളുടെ ഹൃദയത്തിലുള്ള ആ ഒരു ഇന്നർ വോയിസ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതിന് നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇവിടെ വെയിറ്റ് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ആരെങ്കിലും ആ ഒരു പേഴ്സണെ കൺട്രോൾ ചെയ്തുന്ന അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർക്ക് യാതൊരു വഴിയും കാണുന്നില്ല. ഒരു പക്ഷേ ഫ്യൂച്ചറിൽ അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും അതുപോലെ തന്നെ അവരെ വിശ്വസിക്കൂ എന്നുള്ള ഒരു കാര്യം അവർ പറയുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷേ അവർക്ക് ഫ്യൂച്ചറിൽ അവർക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പക്ഷേ വരാൻ സാധിച്ചേക്കാം. കാരണം ചിലപ്പോൾ എന്തെങ്കിലും ഒരു മിറാക്കിൾ അവരുടെ ലൈഫിൽ സംഭവിച്ചിട്ട്, അങ്ങനെ സംഭവിക്കില്ല എന്നൊന്നും ഇല്ലല്ലോ, സംഭവിച്ചിട്ട് ഒരു പക്ഷേ അവർക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പറ്റും. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവർ ലോക്കഡായിട്ട് നിൽക്കുന്ന സിറ്റുവേഷനിലാണ്, അവർ കൺട്രോളിലാണ്. ചിലപ്പോൾ കൺട്രോൾ ചെയ്യുന്ന വ്യക്തി അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷൻ എല്ലാം ഒരു പക്ഷെ മാറിയേക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ്. താങ്ക് യു ഏഞ്ചൽ ഫോർ എ ഗുഡ് റീഡിങ് ആൻഡ് താങ്ക്സ് ഫോർ മൈ കാർഡ്സ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു. ദൈവത്തോടും നിങ്ങളോടും. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്.